ഏതാണ്ട് BC 3-ാം നൂറ്റാണ്ടിലാണ് പ്രാചീന കവികളിൽ ഒന്നാം സ്ഥാനീയനായ കാളിദാസൻ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ കവി ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഐഹോൾ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ കാളിദാസനെ പറ്റി വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേഘസന്ദേശം എന്ന നാടകത്തിലൂടെ നമുക്ക് അദ്ദേഹത്തിന് വേദങ്ങളിലും വേദാന്തങ്ങളിലും നീതിശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും ഒക്കെ ഉള്ള അറിവ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വർണ്ണനകളിൽ അഗ്രഗണ്യനായ കാളിദാസൻ കുമാരസംഭവത്തിലും രഘുവംശത്തിലും ഹിമാലയത്തിനെ അതിമനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്നാൽ മേഘസന്ദേശത്തിലും ഋതുസംഹാരത്തിലും വിന്ധ്യന്റെ പല ഭാഗങ്ങളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഭൂമിശാസ്ത്രത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാളിദാസനെ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷേക്സ്പിയറുമായിട്ടാണ് താരതമ്യം ചെയ്യുകയും ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണ് നമ്മൾ വിളിച്ചു പോരുന്നത്. ഷേക്സ്പിയറിന്റെ കൃതികളിൽ കാളിദാസ കൃതികളുടെ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ മറിച്ചാകാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കും. നമ്മൾ കാളിദാസനെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണോ വിളിക്കേണ്ടത്, അതോ ഷേക്സ്പിയറിനെ ബ്രിട്ടീഷ് കാളിദാസൻ എന്നാണോ വിളിക്കേണ്ടത്?